ബ്രിട്ടീഷുകാരുടെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെല്ലാം നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷണത്തിൽ ഒന്ന് പറയട്ടെ സഹോദരൻ, ഞാനൊന്ന് പറയാം. ചോദ്യം പ്ലേസ് ചെയ്തല്ലോ, ഇനി ഉത്തരം പ്ലേസ് ചെയ്യാനുള്ള സമയം എനിക്ക് തരൂ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷണത്തിന് ജയിലിൽ പോയിരുത്തൻ അവനെ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനി എന്നാണോ പറയുന്നത്? അല്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും അതിനുശേഷം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നത്. അതല്ലാതെയുള്ള ആളുകൾക്കൊന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടം കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദര. ഈ രാജ്യത്ത് കൊച്ചുകുട്ടികളോട് നിങ്ങൾ ചോദിക്കുക, രാജ്യത്തെ 10 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറഞ്ഞാൽ അവർ ഗാന്ധിജിയുടെ പേര് പറയും, നെഹ്റുവിന്റെ പേര് പറയും, അവർ ഭഗത് സിംഗിന്റെ പേര് പറയും, ചന്ദ്രശേഖർ ആസാദിന്റെ പേര് പറയും, വ്യത്യസ്ത രാഷ്ട്രീയധാരയുള്ള ഒരുപാട് ആളുകളുടെ പേര് പറയും. നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒറ്റയൊരുത്തം പോലും, ഒരു കൊച്ചുകുട്ടി പോലും സവർക്കറിന്റെയോ ഹെഡ്ഗേവാറിന്റെയോ ഗോൾവർക്കറിന്റെയോ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന ശ്രമങ്ങളൊന്നും ഈ രാജ്യത്ത് വിജയിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ഈ സരോജ് കുമാർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമായിരുന്നല്ലോ ഒരു സിനിമയ്ക്കകത്ത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കുറച്ച് പേര് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാന്ന് പറഞ്ഞിട്ട് എത്രയൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ എന്നേ എനിക്ക് ആ വിഷയത്തിനകത്ത് പറയാം. തീർച്ചയായും പേര് മാറ്റുന്നതല്ലോ. അങ്ങനെ ആ പേരിൽ ഇവിടെ ഒരു സ്ഥാപനം ഇരില്ല. ഉയരമായിരിക്കും RSSന്റെ ഏതെങ്കിലും കാര്യാലയത്തിന് ആ പേര് കൊടുക്കായിരിക്കും, നമുക്കൊന്നും പറയാനില്ല. അതല്ല, പൊതുവിടത്തിൽ അങ്ങനെ ഒരു പേരുള്ള ഒരു സ്ഥാപനം ഇവിടെ വരും. തീർച്ചയായിട്ടും നിയമപരമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. കാരണം ഇതിനകത്ത് ബേസിക് വയലേഷൻസ് നടന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു പേര് കൊടുക്കുമ്പോൾ മുനിസിപ്പൽ കൗൺസിൽ വെക്കണമെന്ന് പറയുന്നത് അടക്കമുള്ള ബേസിക് വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു CSR ഫണ്ടിലാണ് വരുന്നത്. ആ സ്ഥാപനത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ഈ രാജ്യത്തെ വിഭജിച്ച ഹെഡ്ഗേവാറിന്റെ പേരിലാണോ നിങ്ങൾ ഈ സ്ഥാപനത്തിന് പണം കൊടുക്കുന്നതെന്ന് ഞങ്ങൾ ആ ഓഷ്യാനസ് എന്ന് പറയുന്ന കമ്പനിയോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങൾ കത്തുകൾ എഴുതും. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിക്ക് യൂത്ത് കോൺഗ്രസും പരാതി കൊടുക്കുന്നുണ്ട്. പാർലമെന്ററി പാർട്ടി അതുപോലെ തന്നെ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്